ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ജബൽ ഹഫീത്ത് മലനിരകൾക്കിടയിലെ ഹോട്ടലിലെ വിശേഷങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അന്നാണ് ഞങ്ങൾ തിരികെ വരുന്നത്. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ പാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ പൂളിലോട്ട് പോകാൻ വേണ്ടി താഴേക്ക് വന്നു. നല്ല ചൂടാണ് പുറത്ത്, പക്ഷേ പൂളിൽ നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ താഴോട്ട് വന്നു, വീണ്ടും പൂളിലോട്ട് പോവാണ്. അവിടുന്ന് നമ്മൾ ടവലൊക്കെ പാത്ത ടവലും എല്ലാം കളക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. മോർണിംഗ് സമയമായതുകൊണ്ട് തിരക്കൊന്നും കാണില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ നല്ല തിരക്ക് തന്നെയായിരുന്നു. നമ്മൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് കുട്ടികളെല്ലാം തന്നെ പൂളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇന്നലത്തെ ദിവസത്തെക്കാട്ടിലും കുട്ടികൾ കുറച്ചും കൂടെ ഉഷാറായി. വെള്ളത്തിലിറങ്ങാനൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും ആവേശത്തോടെ പൂളിൽ ആർമാദിക്കുവാണ്. അപ്പോൾ ഈ ഹോട്ടലിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വലിയ പൂളിലെ കളി കാര്യങ്ങളൊന്നും സഹ്റാക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സഹ്റായെയും കൊണ്ട് ഞാൻ മുകളിലത്തെ ചെറിയ പൂളിലോട്ട് പോയി. ചെറിയ പൂളിൽ സഹ്റ നല്ല ആവേശത്തിലായിരുന്നു. നന്നായിട്ട് അവളെ എൻജോയ് ചെയ്തായിരുന്നു. ആ പൂളെന്ന് പറഞ്ഞാൽ അവൾക്ക് പേടിക്കാതെ ഇറങ്ങുകയൊക്കെ ചെയ്യാം. മറ്റേ പൂളിലെന്ന് പറഞ്ഞാൽ അവൾക്ക് കാല് തറയിൽ മുട്ടത്തില്ല. അപ്പം ഭയങ്കര പേടിയാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ നല്ല സന്തോഷത്തിലായിരുന്നു. ഇവിടെ ആണെങ്കിലും കുറച്ച് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് കളിക്കാനും പറ്റി. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഞാൻ കയറ്റിയില്ല. കാരണം ആ സ്ലൈഡ് ഇച്ചിരി ഡേഞ്ചറാണ്. ആ സ്റ്റെപ്പിൽ വെള്ളം ഇങ്ങനെ വീഴുന്നതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സ്ലൈഡിൽ നിന്ന് പിള്ളേർ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ തന്നെ ആ പൂളിൻ്റെ സൈഡിൽ തന്നെ വന്ന് തലയിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇറക്കിയില്ല. ഇവിടെ സെക്യൂരിറ്റിയും മറ്റും ഇല്ലായിരുന്നു നോക്കാൻ. അതുകൊണ്ട് തന്നെ ഞാനും ആ പൂളിൽ കുറച്ച് നേരം ഇരുന്നു. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. ചൂട് കാരണം ശരീരം മുഴുവൻ പൊള്ളുന്നതുകൊണ്ട് ഞാനും പൂളിലോട്ട് ഇറങ്ങി തന്നെ ഇരുന്നു. സാറ അതിനോട് കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് തന്നെ പോയി. അപ്പോൾ അപ്പുമോന് കളിക്കാനൊക്കെ തുടങ്ങി. പൂളിൽ എന്നെ മുങ്ങിയൊക്കെ കാണിച്ചു. മുങ്ങി കുറച്ച് നേരം കിടക്കുന്നതൊക്കെ കാണിച്ചു. അപ്പോഴത്തേക്കിന് അവൻ്റെ പേടിയും മറ്റും മാറി. വെള്ളത്തിലിറങ്ങാനും ഹാപ്പിയായി, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ 12 മണിയാകുമ്പോഴത്തേക്കിന് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് കയറിയപ്പോൾ തന്നെ 12 മണിയായി. അങ്ങനെ നല്ല അടിപൊളി ഒരു വീക്കെൻഡായിരുന്നു നമുക്ക് ഇപ്രാവശ്യത്തേത്. കുട്ടികൾ ആ പൂളിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും ഇക്കായും കൂടെ ആ ഹോട്ടലിൻ്റെ ബാക്ക് വശവും മറ്റും കാണാൻ വേണ്ടി പുറകിലോട്ട് പോയി. ഇങ്ങേ സൈഡിൽ മെയിനായിട്ട് വേറൊരു പൂളുണ്ട്. ആ ഭാഗത്ത് നല്ല കുഴിയുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ലായിരുന്നു. തലേദിവസം രാത്രി ജസ്റ്റ് ഒന്ന് ഇറങ്ങി, എന്നാലും നന്നായിട്ട് കുഴിയുള്ള പോലെ തോന്നി. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ബാക്ക് സൈഡ് കാണാനായിട്ട് നല്ലതാണ്. ജബൽ ഹഫീത്തിൻ്റെ മലകളുടെ ആ ഭംഗിയും മറ്റും അവിടെ നിന്ന് നന്നായിട്ട് കാണാം. ആ ബാക്ക് സൈഡിലായിട്ട് ഗെയിംസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ചെറിയൊരു ഗെയിം പോലുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. ചൂട് കൂടുതലായതിനാലായിരിക്കും അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല പകൽ സമയത്ത്. ഈ ഭാഗത്ത് അധിക സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല, കാരണം നന്നായിട്ട് ചൂടെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട ശേഷം തിരികെ പൂളിൻ്റെ അടുത്തോട്ട് തന്നെ വേഗം വന്നു. പൂളി വന്നു കഴിഞ്ഞപ്പം വീണ്ടും ഇക്ക സ്ലൈഡിൽ കയറി. ഇക്കായ്ക്ക് കയറി കഴിഞ്ഞപ്പം അപ്പുവിന് കയറണമെന്ന് പറഞ്ഞു. അവൻ കയറി പകുതി എത്തിയപ്പം അവന് നല്ല പേടി പോലെ തോന്നി. പിന്നെ ഇക്ക പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്തു. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും
ആള് താഴെ വന്നു. അങ്ങനെ നമ്മുടെ ചെക്ക് ഔട്ടിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് വേഗം തന്നെ തിരികെ റൂമിലെത്തണം. എത്തിയിട്ട് വേണം എല്ലാം പാക്ക് ചെയ്യാൻ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് റൂമിൻ്റെ ലാസ്റ്റ് അവസ്ഥ. നമ്മൾ റൂം തിരികെ കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ മല ഇറങ്ങി.